ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا. صدق الله العظيم. صدق وبلغ رسوله النبي الكريم. قال رسول الله صلى الله عليه وسلم: المؤمن للمؤمن كالبنيان يشد بعضه بعضا. وقال رسول الله صلى الله عليه وسلم: لا يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه. وقال رسول الله صلى الله عليه وسلم: الدنيا كلها ملعون إلا عالما أو متعلما وذكر الله ومن والاه. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് ഈ ഹദറത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. അല്ലാഹു നമുക്ക് ഇത് സ്വാലിഹ് അമലായി കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിനോടുള്ള മഹബ്ബത്താണ്, അല്ലാഹു പൊരുത്തപ്പെട്ടവരോടുള്ള മഹബ്ബത്ത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുന ഇലാ ഹുബ്ബിക. അല്ലാഹുവേ, നിന്നോടുള്ള മഹബ്ബത്ത് നീ എനിക്ക് തരണം. നിന്നെ പ്രിയപ്പെടുന്ന മഹാന്മാരോടുള്ള മഹബ്ബത്ത് നീ എനിക്ക് തരണം എന്നാണല്ലോ ഹദീസിലുള്ളത്. അതുകൊണ്ട് സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ ഖുതുബാണ് ആ വലിയ മഹാൻ. അവരോടുള്ള മഹബ്ബത്ത് അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് ആ മുത്തുനബിയോടുള്ള മഹബ്ബത്താണ്. ശുഹദാക്കളോടുള്ള മഹബ്ബത്ത് അല്ലാഹുവിനോടുള്ള മഹബ്ബത്താണ്. ولا تحسبن الذين قتلوا في سبيل الله أمواتا ولا تقولوا لمن يقتل في سبيل الله أموات. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകളെ പറ്റി അവർ മരിച്ചവർ എന്ന് നിങ്ങൾ പറയരുത്. വേറെ ഒരു ഖുർആൻ സൂക്തത്തിൽ അവർ മരണപ്പെട്ടവരാണെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കരുത്. അവർ ഹയാത്തിലുള്ളവർ തന്നെയാണ്. അങ്ങനെയുള്ള ആ മഹാന്മാരോടുള്ള മഹബത്ത് കൊണ്ട് കേരളാവിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, അതുപോലെ കർണാടകയിൽ നിന്ന്, എല്ലാ നാടുകളിൽ നിന്നും ഈ മഖാമിൽ വരുന്നത് അല്ലാഹു തആലയുടെ മഹബത്ത് ലഭിക്കാനാണ്. അല്ലാഹു നമുക്ക് ആ മഹബത്ത് എഴുതി തരട്ടെ. ഈ ദർഗയുടെ കമ്മിറ്റിയുടെ പ്രവർത്തകന്മാർ, നേതാക്കൾ, സെക്രട്ടറി, ചെയർമാൻ എല്ലാവർക്കും അല്ലാഹു ഈമാൻ വർദ്ധിപ്പിക്കണം. ഇവിടെ വന്നിട്ടുള്ള മുസ്ലിങ്ങളായ നമുക്കെല്ലാവർക്കും അല്ലാഹു ഈമാൻ വ്യാപ്തിയാക്കി തരട്ടെ. ഹൈറായ മുറാദുകളൊക്കെ മനസ്സിലാക്കി തരട്ടെ. മഹാന്മാരായ സ്വഹാബത്ത് മുത്തുനബിയോടൊപ്പം പോയി ഇരുന്നതുപോലെ ഈ ഹദറത്തിൽ വന്ന് ഇരിക്കുന്ന ആ വലിയ മഹബത്തും ഖൽബിലുള്ള ഈമാനും വർദ്ധിപ്പിക്കുന്ന അമലായി ഖബൂലാക്കട്ടെ. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. സ്വഹാബത്തിനോടൊപ്പം, സാബിഈങ്ങളോടൊപ്പം, ഔലിയാക്കളോടൊപ്പം നാളെ ജന്നത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് ബാദ്ഷാ മഹാനവറുകൾ, ഇമാമികൾ, സഹദാക്കൾ അവരുടെ ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഓപ്പണിംഗ്, ഡോറിന്റെ ഓപ്പണിംഗ് ഇവിടെ നടക്കുകയാണ്. إلى حضرة الحبيب مصطفى محمد وإلى أرواح جميع الصحابة والتابعين والأئمة كلهم خاصة إلى حضرتنا القطب الرباني رضي الله تعالى عنه إبراهيم باذشاہ رضي الله عنه. الفاتحة. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم
غير المغضوب عليهم ولا الضالين يا سيدنا يا الله زيارة قبول سيدنا يا الله آمين ഞങ്ങളുടെ സിയാറത്ത് കബൂൽ ചെയ്യണേ അല്ലാഹ് ആമീൻ ഞങ്ങളുടെ സിയാറത്ത് കബൂൽ ചെയ്യണേ അല്ലാഹ് ആമീൻ നിന്റെ മഹാന്മാരോടുള്ള മഹബത്ത് ഖൽബിൽ ഏറ്റിത്തരണേ അല്ലാഹ് ആമീൻ ആ മഹബത്ത് കൊണ്ട് ഞങ്ങളുടെ മുഖത്തും ഞങ്ങളുടെ ഖൽബിലും തിളക്കം തരണേ അല്ലാഹ് ആമീൻ വെളിച്ചം തരണേ അല്ലാഹ് ആമീൻ ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു ബിനൂരി റബ്ബിഹി ആമീൻ നിന്റെ നൂറാണ് അവരിൽ ഉള്ളത് ആ നൂറ് ഞങ്ങൾക്ക് തരണേ അല്ലാഹ് ആമീൻ ഞങ്ങൾക്കുള്ള എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ് ആമീൻ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ് ആമീൻ ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾ മക്കളുടെ രോഗങ്ങൾ കുടുംബത്തിലുള്ള രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ് ആമീൻ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ് ആമീൻ ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ് ആമീൻ ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾക്ക് നീ എല്ലാ ആലയും നൽകണേ അല്ലാഹ് ആമീൻ ഇസ്സത്ത് നൽകണേ അല്ലാഹ് ആമീൻ സലാമത്ത് നൽകണേ അല്ലാഹ് ആമീൻ അവസാനം ഈമാനോടുകൂടി ഒന്നാക്കണേ അല്ലാഹ് ആമീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിൽ ഒന്നാക്കണേ അല്ലാഹ് ആമീൻ ഈ മഖാമിലുള്ള മഹാന്മാരായ ശുഹദാഇനെ നാളെ സ്വർഗ്ഗത്തിൽ കാണാൻ വിധികൂട്ടണേ അല്ലാഹ് ആമീൻ ജഹന്നം എന്ന നരകത്തിന്റെ തീയാക്കല്ലേ അല്ലാഹ് ആമീൻ മനസ്സിന്റെ ഉള്ളിലുള്ള ബേജാറുകൾ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം ولا هم يحزنون ടെൻഷൻ നീക്കി തരണേ അല്ലാഹ് ധൈര്യം തരണേ അല്ലാഹ് ഹിമ്മത്ത് തരണേ അല്ലാഹ് ബർക്കത്ത് തരണേ അല്ലാഹ് നൂർ തരണേ അല്ലാഹ് മക്കളോട് മഹബത്ത് തരണേ അല്ലാഹ് എല്ലാ മതക്കാരുടെയും ഇടയിൽ സൗഹാർദ്ദം തരണേ അല്ലാഹ് മതസൗഹാർദ്ദമുള്ള നാടാക്കണേ അല്ലാഹ് സ്നേഹമുള്ള ഖൽബാക്കണേ അല്ലാഹ് അരിവുള്ള ഖൽബാക്കണേ അല്ലാഹ് ഇവരുടെ എടുത്തു മാറ്റണേ അല്ലാഹ് പടച്ചവരെ അസൂയയില്ല ഖൽബാക്കണേ അല്ലാഹ് ആമീൻ ഗീബത്ത് പറയാത്ത നാവാക്കണേ അല്ലാഹ് ആമീൻ കടമ പറയാത്ത നാവാക്കണേ അല്ലാഹ് ആമീൻ ഹറാം ചെയ്യാത്ത ശരീരമാക്കണേ അല്ലാഹ് ആമീൻ യാ അല്ലാഹ് നീ ഞങ്ങൾക്കെല്ലാം നൽകണേ റഹ്മാനേ ആമീൻ ഞങ്ങളുടെ ഉമ്മാക്കും ബാപ്പാക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ് ആമീൻ ഞങ്ങളുടെ വലിയമ്മ വലിയപ്പ കുടുംബങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണം അല്ലാഹ് ആമീൻ ഞങ്ങളുടെ ഉലമാക്കൾക്ക് നേതൃത്വം നൽകാനുള്ള കഴിവ് നൽകണേ അല്ലാഹ് ആമീൻ ഞങ്ങളുടെ എല്ലാ സുൽത്താനുകളും ഉസ്താദുകൾക്കും എല്ലാ അരിമീങ്ങൾക്കും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ് ആമീൻ മുഅ്മിനീങ്ങൾക്ക് യോജിപ്പ് നൽകണേ അല്ലാഹ് ആമീൻ ഇത്തിഹാദ് നൽകണേ അല്ലാഹ് ആമീൻ ഐക്യം നൽകണേ അല്ലാഹ് ആമീൻ ഞങ്ങളുടെ രാജ്യം ഇന്ത്യ രാജ്യം നീ വിജയത്തിലാക്കണേ അല്ലാഹ് ആമീൻ ഈ രാജ്യത്തിന് നീ അന്തസ്സ് നൽകണേ അല്ലാഹ് ആമീൻ എല്ലാ ജനങ്ങൾക്കും മുസ്ലിമീങ്ങൾ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാഹ് ആമീൻ സലാമത്ത് നൽകണേ അല്ലാഹ് ആമീൻ നിന്റെ അടിമകളാക്കണേ അല്ലാഹ് ആമീൻ യാ അല്ലാഹ് യാ റഹ്മാൻ യാ റഹീം ബിഹഖി അൻത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽബുദു വൽ അശ്റഫു മിൻഹു യാ